ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വൃശ്ചികം 1 മുതൽ 41 ദിവസം വരെ നമ്മുടെ ചെർപ്പുളശ്ശേരി പാതിരാകുന്നത്തുമനയിൽ ഗംഭീര പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് എല്ലാവരും തൊഴാനൊക്കെ പോകാറുള്ളത്. അവിടെ പാമ്പുംകാവാണ് കേട്ടോ. അവിടെ കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റായിട്ട് എനിക്കൊന്നും അറിയത്തില്ല. ഒരുപാട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു അമ്മയ്ക്ക് എന്താ പറയുക, എന്തൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കുഞ്ഞുങ്ങളുണ്ടായി. അതിലൊന്ന് സർപ്പായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പാമ്പിൻ്റെ കുഞ്ഞും പിന്നെ ഒരു സാധാ കുഞ്ഞും ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഐതിഹ്യം അറിയുന്നവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആരോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടേക്ക് പോവാണ് കേട്ടോ. ഒരുപാട് വർഷമായി പോയിട്ട്. എന്താ പറയുക, ആമി ഉണ്ടായതിന് ശേഷം ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. 2 വർഷത്തോളമായിട്ടാണ് പോയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഞായറാഴ്ചയാണ് പോണത്. എന്താ പറയുക, എന്താവും എന്തോ. ബസ്സിൽ തന്നെ അങ്ങോട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഇനി അവിടെ പോയാൽ അറിയാം എന്തായിരിക്കും അവിടെ തിരക്കും കാര്യങ്ങളൊക്കെയെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാതിരാകുന്നത്തുമനയിലേക്ക് പോകാനായിട്ട്. പക്ഷെ ബസ്സിൽ പോകുമ്പോൾ ഭയങ്കര കുലുക്കാണ് കേട്ടോ. റോഡൊന്നും അത്ര നല്ലതല്ല. ഇപ്പോൾ ഒക്കെ കുറേ ശരിയാക്കിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ആമിക്കുട്ടിക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷനാണ്. കാല് ചൊറിയുക, കൈ ചൊറിയുക, എന്തൊക്കെയോ ഇറിറ്റേഷനാന്ന് പറഞ്ഞിട്ട് കിടന്ന് കരയിലാണ് കേട്ടോ അവൾക്ക് പണി. അവൾക്കിപ്പോൾ ചെരുപ്പൊക്കെ ഇട്ടാലേ ചെരുപ്പിൽ ചെറിയൊരു ചെളിയോ അല്ലെങ്കിൽ ചെറിയൊരു വെള്ളം നനവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പിയുണ്ട് ഊരി പറഞ്ഞിട്ട് കിടന്ന് കരയിലാണ് കേട്ടോ അവൾക്ക് പണി. പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമാണല്ലോ, എന്തെങ്കിലും മിഠായി കണ്ടാൽ അത് മേടിക്കണം അവൾക്ക്. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി മിഠായി, കടല മിഠായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ നമ്മൾ മേടിച്ചിരുന്നത് കടല മിഠായിയാണ് കേട്ടോ. പക്ഷെ നമുക്ക് കൊടുക്കുകയൊന്നും ചെയ്തില്ല. വെറുതെ അങ്ങനെ കൈ പിടിക്കാൻ മാത്രമാണ് കേട്ടോ ചെയ്തുള്ളൂ. പിന്നെ കുറച്ചായിട്ട് ഞാൻ എടുത്തു വെച്ചു കേട്ടോ. പിന്നെ ആമിക്കുട്ടിക്ക് ഉറക്കം വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ മനക്കിലെത്താൻ നോക്കിയപ്പോൾ എന്തോരം വണ്ടികളെങ്ങനെ ബ്ലോക്കായി കിടക്കണത്. റോഡ് നിറയെ വണ്ടികളായിരുന്നു. അല്ലെങ്കിലോ ചെറിയൊരു റോഡാണ്. അതിൻ്റെ സൈഡിലൊക്കെ നിറച്ച് വണ്ടികൾ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു 10,000 ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ഞങ്ങളിത് അവിടെ എത്തിയപ്പോഴല്ലേ ഗൈസ് സത്യം അറിയുന്നത്, ഞായറാഴ്ച ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. നമുക്ക് ഉള്ളിൽ കയറി തൊടാനോ ഒന്നിനും പറ്റിയില്ല. കാരണം അമ്മാതിരി തിരക്കാണ്. നമുക്ക് ക്യൂ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. ഈ ചെരുപ്പുകളൊക്കെ ഇട്ടുകണ്ടില്ലേ രണ്ട് സൈഡിലും ചെരുപ്പുകൾ ഇടാൻ സ്ഥലമില്ലാണ്ട് ഓരോരുത്തർ ഇട്ടേക്കണ കണ്ടില്ലേ. ഇതാ പറമ്പിൻ്റെ പുല്ലിൻ്റെ ഇടയിലും മൊന്തയുടെ ഉള്ളിലൊക്കെയാണ് കേട്ടോ ചെരുപ്പ് ഇട്ടേക്കണത്. നമുക്ക് ചെറിയൊരു സ്പേസ് കിട്ടിയപ്പോൾ നമ്മളവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ ഗൈസ് നമ്മുടെ അമ്പലത്തിലത്തെ അവസ്ഥ. എന്തോരം ജനങ്ങളാണ്. ആദ്യമൊന്നും ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ തൊഴാൻ കയറൽ. നോർമലി താഴോട്ട് ഇറങ്ങിയിട്ട് സൈഡിൽ കൂടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് കൂടെ നമ്മൾ കയറി തൊഴുതിറങ്ങലാണ് കേട്ടോ പതിവുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല ഗൈസ്. ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെന്തായാലും ഒന്ന് തൊഴണം. ഉള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് പുറത്തു നിന്ന് തൊഴണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും കുളത്തിലൊന്ന് ഇറങ്ങി കാലും കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ ക്യൂ നിൽക്കാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ ഈ എന്താ പറയുക കുളത്തിൻ്റെ അവിടുത്തെ ഒരു പാമ്പുങ്കാവുണ്ട്, അവിടെ തൊഴുതിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് കയറാൻ പറ്റുള്ളൂ. എൻ്റെ ഗൈസ് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു, അത്രയും തിരക്കായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും നെയ്തിച്ചോറ് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാന്ന്. ആദ്യമൊക്കെ നെയ്തിച്ചോറും എന്താ പറയുക അച്ചാറും പിന്നെ മറ്റേ മോരും വെള്ളവും ഉപ്പുമായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആമിക്കുട്ടിക്ക് വേറൊരു മുട്ടക്കുട്ടീനെ കണ്ടോ. അവളായിട്ട് ടാറ്റ പറയലും സംസാരിക്കലും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഭക്ഷണം കഴിക്കണോടത്തും അത് തിരക്കുണ്ട്. പക്ഷെ എന്താ പറയുക, നമ്മുടെ തൊഴണേൻ്റെ അവിടെ അത്രയുള്ള തിരക്കൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആമിക്കുട്ടിക്ക് ഇതാ കുഞ്ഞാറ്റി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. അവളായിട്ട് കളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാണ് കേട്ടോ ഭക്ഷണം വന്നിട്ട് നെയ്തിച്ചോറും മോര് കൂട്ടാനാണ് കേട്ടോ ഉണ്ടായിരുന്നത്. കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നേ. എന്താ പറയുക, എനിക്ക് അമ്പലത്തിലത്തെ പ്രസാദമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നമ്മൾ നോർമൽ ഭക്ഷണം പോലെ അല്ലല്ലോ. എപ്പോഴും നമുക്ക് കിട്ടുന്നൊരു ഐറ്റം അല്ല ഈ സംഭവം. എപ്പോഴെങ്കിലും കിട്ടുന്നത് കാരണം ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് കഴിച്ചാലും വയറ് നിറച്ച് കഴിച്ചാലും എന്താ പറയുക, മനസ്സ് നിറയും നമുക്ക്. ഞാൻ ഫുള്ളായിട്ട് എന്താ പറയുക നക്കി തുടച്ചെന്ന് തന്നെ പറയാം. എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഉപ്പൊന്നുമില്ല, ഉപ്പൊക്കെ ഭയങ്കര കുറവാണ്. എന്നാലും അത് ദൈവത്തിൻ്റെ പ്രസാദമാണല്ലോ. അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പുണ്യം തന്നെയാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിലത്തെ ഭക്ഷണം കിട്ടുക എന്ന് പറയണത്. അങ്ങനെ നമ്മൾ കയറിയിട്ട് സൈഡിൽ നിന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രസാദമൊക്കെ കിട്ടി. മഞ്ഞപ്പൊടിയും ഭസ്മമായിരുന്നു ഇട്ടുണ്ടായിരുന്നത്, അതൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നു.
അതൊക്കെ തൊട്ടിട്ട് പിന്നെ നമ്മൾ പിന്നെ ക്യൂ നിന്ന് ഉള്ളിൽ കയറണമെന്ന് വിചാരിച്ചു. പക്ഷേ ആമിക്കുട്ടി ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഗംഭീര തിരക്കും അതുമാത്രമല്ല ചൂടും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു. മോരും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. സാധാരണ മോരും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ആശ്വാസമാവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതാ ഇറങ്ങുമ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ജയശ്രീ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അവൾ ഞാനും നഴ്സറി മുതൽ 10 വരെ ഒരുമിച്ച്. പിന്നെ ഇതാ നമ്മുടെ ഏഷ്യൻ ഹോമിൽ വർക്ക് ചെയ്യണ നമ്മുടെ ചേച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആമിക്കുട്ടിക്ക് ബോൾ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കരച്ചിലായിരുന്നു. പക്ഷെ അതൊന്നും മേടിച്ചു കൊടുത്തില്ല. നമ്മുടെ ഇനി ദേശവിളക്ക് വരുന്നുണ്ട്, അതിന് മേടിക്കാച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ആമിക്കുട്ടിക്ക് അരിവളി പിന്നെ ഗുളികയാണ് കേട്ടോ മേടിച്ചത്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ ഈസ ബേബി പ്രസവിച്ചിട്ടുണ്ട്. 5 കുട്ടികളാണ് കേട്ടോ. എന്ത് ക്യൂട്ടാ കാണാമെന്നറിയോ. അയ്യോ, അവരെ കാണാൻ പോയതായിരുന്നു കേട്ടോ. ആമിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെന്താ, നമ്മൾ പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആമിക്കുട്ടിക്ക് നഴ്സറിയിൽ നിന്ന് മറ്റേ പരിപ്പുണ്ട്, പരിപ്പ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടാണ് വെക്കാനൊക്കെ ആയിട്ട്, പക്ഷേ കിട്ടലും ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.